എന്താണ് എനിക്ക് അവിടെ ഒരുപാട് പണിയുണ്ടെന്ന്. ജാലന്മാരയില് ഞാൻ തെരയാത്ത സ്ഥലമില്ല. റേഷൻ കാർഡ് അതിലൊന്നുമില്ല. റേഷൻ കാർഡ് എവിടെയാണ്? അല്ലേ ഇല്ല, മറന്നുപോയതല്ലേ. ആര് പറഞ്ഞു പോയിന്ന്? കൊച്ചല്ലേ പറഞ്ഞു ഇക്കാണ് വലിയ മറവി, നനക്കൊരു മറവില്ല എന്നുള്ള പറഞ്ഞില്ല. ആദ്യം ഞാൻ അലമാരിലാണ് വെച്ചത്. പിന്നെ ഞാൻ അത് എടുത്ത് ചെറിയ പെട്ടിയിൽ വെച്ചിരുന്നു. ചെറിയ പെട്ടിയില്? ഇവിടെ മുണ്ടോട്ടിയില്ലേ? മുണ്ടോട്ടി അതാ എവിടെ ഇരിക്കണേ? അതാ നാടുമുറിയിലുണ്ട്. എടുത്തോ. അതിന്റെ ചാവി ഉണ്ടാട്ട്. അതിന്റെ ചാവി ആ വലിയ പെട്ടിയിൽ ഇരിക്കുന്നുണ്ട്. വലിയ പെട്ടി? അതിന്റെ തൊട്ടപ്പുറത്തേക്കണ വലിയ പെട്ടിയിലേ. പൈര് വെച്ച് കൂട്ടിയേക്കാ. വലിയ പെട്ടിയുടെ ചാവി കൊണ്ടാ അത് തുറക്കട്ടെ. വലിയ പെട്ടിയുടെ ചാവി മറ്റേ ചെറിയ പെട്ടിയിലുണ്ടല്ലോ. എന്താ പറഞ്ഞേ? ഇപ്പൊ ചെറിയ പെട്ടിയുടെ ചാവി എവിടെ വെച്ച? ചെറിയ പെട്ടിയുടെ ചാവി വലിയ പെട്ടിയിലാണോ വെച്ചേക്കണേ? വെച്ചിട്ടുണ്ട്, നിങ്ങൾ എടുത്തോ. എന്നാ അത് എടുക്കണെങ്കിൽ വലിയ പെട്ടിയുടെ ചാവി വേണല്ലോ. വേണല്ലോ, അതല്ലേ പറഞ്ഞത് ചെറിയ പെട്ടിയിൽ ഞാൻ വെച്ചിട്ടുണ്ട്. ആളെ പൊട്ടനാക്കുക. എന്താ പറഞ്ഞേ? എടി ഒരു പെട്ടി പൂട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ചാവിച്ച് ഈ പെട്ടിയിൽ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാ ആ പെട്ടി തുറക്കണിച്ചെങ്കിൽ അത് ഇപ്പുറത്തേക്ക് എടുത്ത് വെച്ചു പറഞ്ഞ അങ്ങനെ എന്താ പറഞ്ഞേ? നിങ്ങളിപ്പോ എന്താ പറഞ്ഞ? എനിക്കൊന്നും മനസ്സിലായില്ല. എടി എനിക്ക് അതെ, ഇത് ആ റേഷൻ കാർഡ് വെച്ചേക്കണ ഇപ്പൊ ചെറിയ പെട്ടിയിലാണോ? അതല്ലേ പറഞ്ഞത്, ചെറിയ പെട്ടിയിലാണ്. ചെറിയ പെട്ടിയിലല്ലേ? മുളജ് എന്നെ ഇതാക്കാൻ വേണ്ടിട്ടല്ല. ഇജ്ജ ഒന്ന് ശരിക്കും ആലോചിക്കണം. ഞാൻ ചോദിക്കണം, ഇതെന്നെ ഞാൻ തെരഞ്ഞിട്ട് പ്രാന്ത് വന്നിട്ട് അയക്കണേ. ഞാൻ ചെറിയ പെട്ടിയിൽ റേഷൻ കാർഡ് വെച്ചിട്ടുണ്ടല്ലോ ഇല്ലേ? അതിന്റെ ചാവി അല്ലേ ഇജ്ജ് എടുത്തിട്ട് വലിയ പെട്ടിയിലേക്ക് ഇജ്ജ് വെച്ചേ? വലിയ പെട്ടിയിലേക്ക് വെച്ചാൽ അവിടെ ഇരിക്കട്ടെ. എവിടക്ക പോണിച്ച്? എവിടക്ക പോണേ? എടിയ ചെറിയ പെട്ടിയുടെ ചാവി എടുത്തിച്ച് വലിയ പെട്ടിയിൽ വെച്ചിട്ട് പൂട്ടിയോ ഇല്ലേ? ഞാൻ വലിയ പെട്ടിയിൽ വെച്ചിട്ട് പൂട്ടിയില്ലേ? അപ്പൊ ആ വലിയ പെട്ടിയുടെ ചാവിയാണ് ഞാൻ ചോദിക്കണേ. ആ എവിടെ? അപ്പൊ അതല്ലേ മലയാളത്തിൽ ഞാൻ പറഞ്ഞത് ചെറിയ പെട്ടിയിൽ വെച്ചിട്ടുണ്ടെന്ന്. എന്താ എന്തൊക്കെ പറഞ്ഞേ? എന്തൊക്കെ പറഞ്ഞേ? 2000 ഉറുപ്പിയോ? ഇത് എവിടുന്ന്? അമ്മ തന്നാണ്. അതിന് അമ്മയ്ക്ക് എവിടുന്ന പൈസ? അച്ഛമ്മക്ക് മണി ഓർഡർ അച്ഛൻ അയച്ചു കൊടുത്താണ്. അതിന് എനിക്ക് 2000 രൂപ തന്നു. ഓ അത് ശരി. അങ്ങനെ ചെല്ലപ്പനാശാരി ഇപ്പൊ ഈ കുടുംബത്തിന്റെ ചെലവ് നടത്തേണ്ട കാര്യം ഇപ്പൊ ഇല്ല. ഈ പൈസ എന്നെ വെച്ചോ. നിങ്ങളുടെ സ്വന്തം അച്ഛനല്ലേ അയച്ചു തന്നത്? നിങ്ങൾ ഇവിടെ ഒന്ന് ആലോചിച്ച് എന്തെങ്കിലും കണ്ടുപിടിക്കും. എനിക്ക് സമയമില്ല നിങ്ങളുടെ കൂടെ നിൽക്കാൻ. എന്താ എന്തിച്ചു പറഞ്ഞേ? വലിയ പെട്ടിയിലെ ചാവി എടുത്തിട്ട് ചെറിയ പെട്ടിയിലും വെച്ചു, ചെറിയ പെട്ടിയിലെ ചാവി എടുത്തിട്ട് വലിയ പെട്ടിയിലും വെച്ചെന്ന് പറഞ്ഞാൽ അത് എങ്ങനെയെന്ന് പറ്റണായി? മനുഷ്യനിക്ക് ദുനിയാവിലൊരു മനുഷ്യനിക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യമല്ലേ പറഞ്ഞായി? ജാളെ കുറങ്ങാക്ക മര്യാദക്ക് ഏതെങ്കിലും ഒരു ചാവിക്ക് കൊണ്ടുവന്നോ? ഇതിന്റെ സ്വഭാവം അറിയൂ. മനുഷ്യനെ പ്രാന്തരിപ്പിക്കരുത് കേട്ടോ. ഈ ഒരു പെട്ടി പൂട്ടിട്ട് അതിന്റെ ചാവി എവിടെ വെക്കുമ്പോ മറ്റേ പെട്ടിയിലാന്ന് പറഞ്ഞാൽ മനുഷ്യനെ പ്രാന്തരിപ്പിക്കണ ഒരു എന്താണ് എന്താണ് ഭ്രാന്ത പറഞ്ഞിട്ടൊന്ന് എന്താണ്? ഈയിടെ ചെങ്ങായി ഞാനൊരു പെട്ട ചാവി എവിടെ ചോദിക്കുമ്പോ അതാ മറ്റേ പെട്ടിയിലിട്ടിട്ട് പൂട്ടിന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, എന്നാ അതായത് കിടന്നോട്ടെ. എന്നാ ആ പെട്ട ചാവി എവിടെ ചോദിക്കുമ്പോ അത് ഇപ്പഴത്തെ പെട്ടിയിലിട്ട് പൂട്ടിന്ന്. ഇത് എന്തോർത്താനായി? മനുഷ്യന്റെ തലക്ക് ഭ്രാന്ത് പിടിപ്പിക്കാണ്. അങ്ങനെ വരും. അതങ്ങനെ പറ്റില്ലല്ലോ. ഏതെങ്കിലും ഒരു പെട്ടി പൂട്ടിട്ടുണ്ട് അല്ലേ? അല്ലാണ്ട് ഇവിടെ ഈ 2 പെട്ടിയിലും അതിന്റെ 2 പെട്ടിയും ചാവി എടുത്തിട്ട് പൂട്ടിന്ന് പറഞ്ഞാലേ അത് എവിടത്തെ ഞാൻ സൂക്ഷിച്ച് വെച്ചതാണ് സാധനങ്ങളൊക്കെ. അപ്പൊ അതിങ്ങനെ പൂട്ടി വെക്കില്ലേ നമ്മള്? അതിന്റെ താക്കോല് ചോദിച്ചിട്ടാണ് ഈ വിൽക്കണത്. അത് 2 പെട്ടിയും കൂടി ഒരുമിച്ച് പൂട്ടണ എങ്ങനെയാണ്? അത് വരികുട്ടി പറഞ്ഞ കാര്യമില്ലേ? ഞാൻ പൂട്ടിയതാണെന്ന്. ഒരെണ്ണം പൂട്ടിയിട്ടുണ്ടാവില്ല. ആലോചിക്കണ്ടോ? ഇത് ചെയ്ത പണി ആലോചിക്കണ്ടോ? ഒരു പെട്ടിയില് ഇത് ഇട്ടിട്ട് പൂട്ടി ആയിക്കോട്ടെ. അപ്പൊ ആ ചാവി നമുക്ക് ഇങ്ങോട്ട് കിട്ടണല്ലോ. ആ ചാവി മറ്റേ പെട്ടിയിലിട്ട് പൂട്ടിന്ന് പറഞ്ഞാല് അതെങ്ങനെ നടക്കണേ? നടക്കില്ല. പോയോക്ക്. ഇല്ലാതെ പൂട്ടിയിട്ടുണ്ടാവില്ല. പൂട്ടി ഒരു ഞാൻ നോക്കിക്കോളൂ. പോയി നോക്ക്. എങ്ങനെ ഞാൻ വെക്കും മനുഷ്യന്റെ നില പോകുമ്പോ വിക്കി പോണാണ് ഞാൻ. ആലോചിച്ച് നോക്ക്. ഈ ജാതി വർത്താനം പറഞ്ഞാല് അത് ഇങ്ങനെ ആർക്കെങ്കിലും പറ്റുമോ? 2 അത് ഓർക്കാൻ
ഇതെന്താ അത്? ഇതിപ്പോ എവിടെ കിട്ടിയ നമുക്ക്? ചെറിയ പെട്ടിന്നു. അപ്പൊ ഞാൻ പെട്ടി പൂട്ടിയതല്ലേ? പൂട്ടിയതല്ലേ? ആ ഞാൻ അങ്ങനെ അടിയുന്ന ഒരു തട്ടെടുത്തപ്പോ അതിങ്ങനെ തുറന്നു വന്ന് പൂട്ടിയതായിരുന്നു. പക്ഷെ പൂട്ട് വീണിട്ടില്ലായിരുന്നു. അതെല്ലേ? ഇപ്പൊ എനിക്ക് ഏകദേശം മനസ്സിലായോ എന്താ ചെയ്തെന്നുള്ളത്? ഞാൻ പൂട്ടിയതാണ്. പൂട്ട് വീഴാ. ഒന്ന് ആലോചിച്ച് നോക്കേ, എന്റെ ആധാറാണ് ഇപ്പൊ ഈ തരാണ്. എന്തായാലും കിട്ടിയല്ലോ. അല്ല കിട്ടിയില്ല എന്നുള്ളതല്ല, പണി ആലോചിച്ച് നോക്കേ. അതെന്താന്നറിയോ? ഒന്നാമത്തെ കാര്യം അതില് വെറുതെ ആവശ്യമില്ലാത്ത കൊറേ പേപ്പറുകളൊക്കെ കൂടി ഇങ്ങനെ ചുറ്റി വെച്ചിരിക്കുകയാണ്. അപ്പൊ പെട്ടിക്ക് തന്നെ തോന്നിണ്ടാവും പൂട്ടുണ്ടാവും. ആവശ്യമില്ലാത്ത സാധനമാണല്ലോ അതിൽ ഇരിക്കണം. ഞാൻ പൂട്ടിയതാണ്. പൂട്ടി വീഴാത്തതാണ്. ഇത് കിടന്നിട്ട് ഇങ്ങനെ ഊട്ടില്ലല്ലോ കേട്ടോ. എന്റെ യൂറിലിച്ച കണ്ടാണ് ഞാൻ മര്യാദക്ക് പോയിട്ടെ എന്റെ ആധാരം ഇല്ലുണ്ടാ നോക്ക്. ആധാറൊന്നും ഉണ്ടാവൂല. അത് പഴയ പേപ്പർ. നോക്കണി നമുക്കേ നോക്കിക്കോ. പോയി നോക്കണി കിടന്നിട്ട് ഉള്ളാണ്ട്. ഇതാ വലിയ പെട്ട ഒന്ന് തുറന്നിട്ട് അതിൽ ആധാറിനാ നോക്കും. ഒന്ന് നോക്കട്ടെ വാസുട്ടി. ഇത് നോക്ക്. തുണി തയ്ച്ചതിന്റെ കട്ടിങ്സ് ഒക്കെ അതിൽ ഇങ്ങനെയൊക്കെ. എന്ത് വലിയ കാര്യണ്ട് ഈ മനുഷ്യന്. ഓ ഭയങ്കര പൊടിയാണ്. എന്റെ മൂക്ക് ചൊറിയണു. അതന്നെ എനിക്ക് വയ്യാതാവും. ഇതൊക്കെ ആവശ്യമുണ്ടോ നോക്കിയേ? ഇത് ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട്. എന്താവശ്യം? പഴയ എന്തോ പേപ്പറുകളൊക്കെ. അപ്പൊ ഇതൊന്നും ആവശ്യമില്ലല്ലോ അല്ലേ? ഇതിന്റെ അകത്ത് ഒന്നുമില്ല കേട്ടാ. ചുമ്മാ വെറും ഫയലാണ്. അതിലത്തിൽ ആരെങ്കിലും ആധാർ കാർഡ് കൊണ്ടുവന്ന് വെക്കും. മൂപ്പർ എന്ത് പറയണ്? ഇത് തയ്യൽ കടയിലെ മറ്റേ പഴയ കണക്ക് പുസ്തകം പോലെ ഉണ്ടല്ലോ. ഇതൊക്കെ ഇതാവശ്യമുണ്ടോ? അവിടെ എന്തിനാണ് കണക്ക്? ഇത് പേപ്പർ കട്ടിങ്സ് ഒക്കെ ആരും മരിച്ചതിന്റെ ഓക്കെ. കുറച്ചത് മൂത്താപ്പ മരിച്ചതിന്റെ 10-11 വർഷം മുമ്പുള്ളത്. അത് ഇവിടെ ഇരുന്നോട്ടെ. കളയണ്ട. ഇതൊക്കെ ഇത്ര നാളായത്. ഇത് നോക്കടി, ഏതോ പള്ളി പെരുന്നാളിന്റെ ഒക്കെ കൂപ്പൺ മേടിച്ചിട്ട് ഇത് അങ്ങനെ വെച്ചിരിക്കുക. വല്ല കാര്യണ്ട് ഇതിന്റെ? ഇതൊന്നും ആവശ്യമില്ലല്ലോ. കൊറേ പേപ്പർ കട്ടിങ്സ് ആണ് ഇതൊക്കെ. എല്ലാം കളി പൊടിയാ. ഇതെന്താണിത്? ഇതിന്റെ അകത്തൊക്കെ വെക്കോ ആധാർ കാർഡ്? പിന്നെ ആധാർ കാർഡ് അതിന്റെ ഉള്ളിൽ ഇങ്ങനെ വെച്ചിരിക്കും. എന്റെ മുത്തേ, നിങ്ങള് ഈ ഇടവഴിയിലൂടെ വരുന്നതും കാത്ത് ഞാൻ ഇന്നലെ പെരുത്ത് നേരെ ഉമ്മറപ്പടിയിൽ കാത്തു. എന്തത്? നിങ്ങൾക്ക് എന്നോട് ഒട്ടും മുഹബത്തില്ലാതെ പോയല്ലോ. മുഴുവൻ വായിക്കട്ടെ, നോക്കട്ടെ.